ദൃശ്യം 3 എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ് നമ്മുടെ ജിത്തുവിൻ്റെ പടം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ്. ലാലേട്ടൻ ആ ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി മുറി തിരുഹൃദയ പള്ളിയിൽ ലാലേട്ടൻ എത്തുന്നു. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാരണം വളരെ അപൂർവമായി നടക്കുന്ന ഷൂട്ട്, അവിടെ ലാലേട്ടനെ ഒന്ന് കാണാം എന്നൊക്കെ വിചാരിച്ചു. രാവിലെ കൊച്ചുമകനുമായിട്ട് ഒരുങ്ങിയിറങ്ങി 80-കാരിയായ ലീലാമണിയമ്മ. ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, താൻ സിനിമയിലൊക്കെ കാണുന്ന തൻ്റെ ഇഷ്ട നടനായ ലാലേട്ടനെ ഒന്ന് കാണണം, പറ്റുമെങ്കിലൊന്ന് തൊടണം. അമ്മ അവിടെ ചെന്നു. ലാലേട്ടൻ എത്തി. ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലായിപ്പോയി. പലരും ദൂരെ നിന്ന് കണ്ടിട്ട് തിരിച്ചുപോയി. സിനിമാ പ്രവർത്തകരോട് അമ്മ പറഞ്ഞു, മോഹൻലാലിനെ കണ്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിപ്പുറപ്പിച്ചു. ഈ അമ്മയുടെ ആഗ്രഹം മനസ്സിലാക്കിയ ലാലേട്ടൻ അമ്മയെ തിരക്കി വരികയാണ് കാണാൻ വേണ്ടി. അടുത്തെത്തിയപ്പം ലാലേട്ടനോട് ഒറ്റ ചോദ്യം, ഞാനൊന്ന് തൊട്ടോട്ടെ. ഇത് കേട്ടപാടെ ലാലേട്ടൻ അമ്മയെ ചേർത്ത് പിടിക്കും. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. തുടരും ചിത്രത്തിൻ്റെ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ഏലിക്കുട്ടിയമ്മ, 93-കാരിയായ ഏലിക്കുട്ടിയമ്മ ലാലേട്ടൻ കാറിലേക്ക് കയറാൻ നേരത്ത് ഇതാണോ ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുമ്പിൽ ലാലേട്ടൻ ചോദിക്കുന്നു, പോരുന്നോ എൻ്റെ കൂടെ എന്ന് ചോദിക്കുന്ന ലാലേട്ടനെ നമുക്ക് കാണാൻ പറ്റും. സാധാരണ നമ്മളെപ്പോഴും കാണുന്ന സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരമ്മയും മകനും തമ്മിലുള്ള ബന്ധമാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. മോഹൻലാൽ എന്ന് പറയുന്ന നടനെ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കാഴ്ചപ്പാടും അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തികളൊക്കെ തന്നെയാണ്. പല സൂപ്പർ സ്റ്റാർ പ്രത്യേകിച്ച് യുവ സൂപ്പർ സ്റ്റാറുകളെല്ലാം കാഴ്ചക്കാരെ ഒരു പടി അകലെ നിർത്താനാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളത്. പല നടന്മാരുടെയൊക്കെ ജാട, ഒരു പടം ഹിറ്റായി കഴിഞ്ഞാൽ പല നടന്മാരും കാണിക്കുന്ന ജാട കണ്ടു കഴിഞ്ഞാൽ ഇവരെയൊക്കെ ആണല്ലോ നമ്മൾ ആരാധിച്ചിരുന്നത് എന്ന് തോന്നിപ്പോകും. നമ്മൾ പലയിടത്തും ഷൂട്ടിങ് കാണുമ്പോഴും ഒക്കെ വിചാരിക്കും. പല നടന്മാരുടെ ആരാധകർ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താ ജാട, ഇവന്മാരെയൊക്കെ പടം നമ്മൾ കണ്ടില്ലെങ്കിൽ ആര് വിജയിപ്പിക്കും. പക്ഷെ മോഹൻലാലിൻ്റെ പടത്തിന് ഈ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാവരോടും വളരെ സ്നേഹത്തിൽ പെരുമാറുന്നത് കാണാം. അത് അദ്ദേഹത്തെ സിനിമയിൽ ഇഷ്ടമല്ല, എന്നാലും നേരിട്ടുള്ള പെരുമാറ്റത്തിൽ മോഹൻലാലിനെ കണ്ടുപഠിക്കണം എന്ന് മറ്റു പല നടന്മാരുടെയും അന്തഫാൻസുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ലാലേട്ടനെ ഞാൻ പറയുന്നത് വ്യത്യസ്തനാക്കുന്നത്. അന്ന് ഏലിക്കുട്ടിയമ്മയ്ക്ക് 93-കാരിയായ ഏലിക്കുട്ടിയമ്മ തുടരുക എന്ന ചിത്രത്തിൽ ചെറിയൊരു രംഗത്ത് വരികയും ചെയ്തു. അങ്ങനെ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ഇപ്പം ലീലാമണിയമ്മ, ഇപ്പം അതും വൈറലായി. ഒന്ന് തൊട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ അമ്മയെ ചേർത്ത് പിടിക്കുന്ന ആ ലാലേട്ടനുണ്ട്. അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരമ്മയും മകനും തമ്മിലുള്ളൊരു ബന്ധമാണ്. സിനിമയിലൊക്കെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ സാധാരണക്കാരനായിട്ട് വരുമ്പം നമ്മുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നും. നമ്മളിൽ ഒരാളാണെന്നൊരു തോന്നലുണ്ടാകും. പല അമ്മമാരും പറയുന്നത് അതെൻ്റെ മകനാണ് എന്ന് പറയുന്നിടത്താണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ വിജയം. അത് തന്നെയാണ് അദ്ദേഹം ജീവിതത്തിനും പുലർത്തുന്നത് എന്ന് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇതൊക്കെ കണ്ട് പല നടന്മാരുടെ ആരാധകർ എനിക്കെതിരെ താഴെ വന്ന് നെഗറ്റീവ് കമൻറ്റൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, അവരുടെ വിഷമം മാറ്റാനല്ലേ, നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഏതായാലും പോസിറ്റീവ് കമൻറ്റുകളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദൃശ്യം 3 എന്ന ചിത്രം നടക്കും. ഇങ്ങനെയൊക്കെയുള്ള ചില ഫോട്ടോകൾ ഇപ്പം വൈറലായി മാറുന്നുണ്ട്. ഏതായാലും ലീലാമണിയമ്മ വളരെയധികം സന്തോഷത്തിലാണ്. ഒന്ന് തൊടാൻ ആഗ്രഹിച്ചപ്പം ലാലേട്ടൻ ചേർത്ത് പിടിച്ചല്ലോ എന്ന് വിചാരിക്കുന്ന അമ്മ. മോഹൻലാലിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആരെയാണ് ഇഷ്ടപ്പെടുക അല്ലേ? അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ.